എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വളരെ നല്ലൊരു വ്യൂ ആയിരുന്നു എന്ന് തന്നെ പറയാം. വീഡിയോ സ്ഥിരമായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്ന് കാണണം, ശേഷം ഈ വീഡിയോ കാണണം. ഈ ലെവലുകളൊക്കെ ശനിയാഴ്ച വരച്ചു വെച്ചതാണോ അതോ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വരച്ചതാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ 8/7/2025 എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ചിട്ടുള്ള പരിപാടിയാണോ ഇന്നൊക്കെ നടന്നതെന്നുള്ളത് ലൈവ് വീഡിയോ എടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു പ്ലാൻ ഈ ഒരു വീഡിയോ പ്രകാരമാണ് ഇന്ന് ചെയ്തത്. ചിലപ്പോൾ നാളെ ഈ വീഡിയോ പ്രകാരം ആയിരിക്കില്ല ലൈവ് ചിലപ്പോൾ വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സ്ഥലം, അല്ലെങ്കിൽ അവിടെ അവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡലുകളുടെ വ്യത്യാസം, അല്ലെങ്കിൽ പർട്ടിക്കുലർ അവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ യാത്രയൊക്കെ മാറാം. അപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുന്നു. നാളെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് അനുസരിച്ചിട്ട് പ്ലാൻ ചേഞ്ച് ചെയ്യാറൊക്കെ ഉണ്ട്. എന്നും ഇതേപോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് വിശ്വസിക്കണം. ഇത് പക്ക ഒരു കോളോ ടിപ്പോ വ്യൂ അല്ല. നാളത്തേക്ക് മാർക്കറ്റ് സഞ്ചരിക്കാനുള്ളൊരു വഴി, ഒരു പ്ലാനിങ് മനസ്സിൽ തയ്യാറാക്കി വെക്കുന്നുള്ളൂ. വ്യൂ തികച്ചും വീഡിയോ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ചാർട്ട് റീഡിങ്, ഇതിൻ്റെ ലെവലുകൾ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ഈ ലെവലുകൾ വെച്ചിട്ട് നോക്കി കാണേണ്ടതാണെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അല്ലാതെയുള്ള പഠിക്കാനൊക്കെയാണ് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ചാർട്ട് ഉണ്ട്. അതേപോലെ വേറൊരു ചാർട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ലെവലുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം ആദ്യം. അപ്പോൾ ലെവലുകളൊക്കെ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലത്തെ ഒരു ലെവൽ വീണ്ടും വരക്കാം. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ മാർക്കറ്റ് താഴത്തുനിന്ന് മേളിലോട്ട് വന്നു. ഒരു ട്രയാങ്കിൾ പാറ്റേൺ, ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ മേ ബി ആ ട്രയാങ്കിൾ പാറ്റേണിന് പുറത്ത് പോയി ഒരു റീടെസ്റ്റ് അടിച്ചിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ 25,468 അപ്പർ ലെവലും 25,429 ലോവർ ലെവലും. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരു മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ലെവലും കൂടെ മാർക്കറ്റ് എന്താ പറയണ്ടേ, ഒരു കൺസോളിഡേഷൻ ലെവലും കൂടെ മാർക്കറ്റിൽ, കൺസോളിഡേഷൻ ഹൈ ലെവൽ. അപ്പോൾ 25,469 മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 25,496 അല്ലെങ്കിൽ 25,510 ആയിരിക്കും. വീണ്ടും ഒരു റീടെസ്റ്റോ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി കാണുന്നുണ്ട്. എന്ന് വെച്ചിട്ട് മാർക്കറ്റ് 25,569 വരെ പോകുന്നു എന്നുള്ളതല്ല. എൻ്റെ പ്രയോറിറ്റി, അതായത് ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലെവലുകളാണ്. അതായത് ഈ സ്പേസിൽ എവിടെ മാർക്കറ്റ് റൺ ചെയ്യുന്നോ ആ സ്പേസിൽ സി ആണെങ്കിൽ അതെടുത്തിട്ട് ആ സ്പേസിൽ ടച്ചൊപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. ഇൻ കേസ് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു 25,429 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അഗെയിൻ
25,404 ഒരു മൂവ് അവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്യാം. അതിനുശേഷം ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 25,351 ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ താഴത്തേക്കുള്ള മെജോറിറ്റി ലെവലുകൾ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ എഗെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നാളത്തേക്ക് പ്ലാൻ ചെയ്യണത്. ഇനി ഇതിൻ്റെ ഈ ലെവലുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് നാളെ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് RSI എങ്ങോട്ടാണ്, അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഏതാണ്, ചെറിയ ടൈം ഫ്രെയിം ഒക്കെ നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ഒരു ട്രേഡർ വിജയിക്കണോ പരാജയപ്പെടണോ എന്നുള്ള തീരുമാനിക്കുന്നത് ആ ട്രേഡർ തന്നെയാണ്. ഒരു റെഡ് കാണുമ്പോൾ ചില ട്രേഡർമാർ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് റെഡ് കാണുമ്പോൾ പേടിച്ചിറങ്ങും. ചിലവർ കുറച്ച് ധൈര്യമുള്ളവർ അത് ഹോൾഡ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെയിറ്റ് ചെയ്യും. പല ആളുകളും പല ധൈര്യമുള്ള ആളുകളാണ്. ചിലവർ 10 പോയിന്റ് എടുക്കുന്നവരുണ്ടാവാം, ചിലവർ 30 പോയിന്റ് എടുക്കുന്നവരുണ്ടാവാം, ചിലവർ 100 പോയിന്റ് എടുക്കുന്നവരുണ്ടാവാം, ചിലവർ 2 ലോട്ട് എടുത്തിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവാം, ചിലവർ താഴത്തോട്ട് വരുമ്പോൾ 2 ലോട്ട് ആവറേജ് ചെയ്യുന്നവരുണ്ടാവാം, ചിലവർ 2 ലോട്ട് ആവറേജ് ചെയ്തിട്ട് വീണ്ടും താഴത്തോട്ട് പോകുമ്പോൾ 4 ലോട്ട് ആവറേജ് ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ 2 ലോട്ട് ആവറേജ് ചെയ്ത് താഴത്തോട്ട് പോകുമ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് താഴത്ത് പ്രീവിയസ് ആയിട്ടുള്ള ആൾ 4 ലോട്ടിൽ ആവറേജ് ചെയ്തെങ്കിൽ വേറൊരാൾ ചിലപ്പോൾ താഴത്ത് വീണ്ടും 2 ലോട്ടിൽ റീ ആവറേജ് ചെയ്യാനുണ്ടാവാം. അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിവേ കൂടുതലൊന്നും പറയുന്നില്ല. നാളത്തേക്കുള്ള ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്കുകൾ 24 സിയിലാണെങ്കിൽ 24,400, 25,300, 25,200 ഒക്കെയാണ് സിയിൽ ഞാൻ ഡിപ്പെൻഡ്സ് അപ്പോൺ മാർക്കറ്റിന്റെ ഓപ്പണിനെ ബേസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ 25,600 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ തന്നെ 25,600, അതിനുശേഷം 25,700, 25,800 ഒക്കെയാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, എൻ്റേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളാണ്. എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നെ ഒരു മാസമോ 2 മാസമോ ഒക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. ഞാനിങ്ങനെ ഒരു ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കണ്ട പാതി കാണാത്ത പാതി ഒരു 10 മിനിറ്റ് കണ്ടിട്ട് നമ്പർ അവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാഴ്ചയോ 1 മാസമോ അതിന് മേലോ 6 മാസമോ 8 മാസമോ വരെയൊക്കെ എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വിജയം ഉണ്ടാകും എന്ന് തോന്നലുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിവേ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.